എരുവ കിഴക്ക് 25-ാം നമ്പർ ബാലകൃഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. പഠന ധനസഹായ വിതരണം, പെൻഷൻ വിതരണം എന്നിവയും നടത്തി. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കായംകുളം എരുവ കിഴക്ക് 25-ാം നമ്പർ ബാലകൃഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അയച്ചു. കൂടാതെ പഠന ധനസഹായ വിതരണം, പെൻഷൻ വിതരണം എന്നിവയും നടത്തി. സമ്മേളനം കാർത്തികപ്പള്ളി താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ 206 അംഗങ്ങളാണ് ആയുള്ളത്. ഈ ആദ്യ ദേശീയ കരയോഗത്തിൽ തന്നെ ഇച്ചിരി അംഗസംഖ്യ പറയാൻ എന്താണ് കാരണം മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് കൂടുതൽ സ്ഥലങ്ങൾ മറ്റു കരയോഗങ്ങൾ പിന്നീട് ദേശീയ കരയോഗങ്ങൾ മാറ്റിയതാണോ ആയിരിക്കും അത്. ഏതായാലും ശരി, അതുകൊണ്ടൊന്നും നിങ്ങളുടെ ഈ കരയോഗത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല. ഉള്ള ആളുകൾ കുറച്ച് ആളുകളെ ഉണ്ടെങ്കിലും അത് ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ച് ഊർജ്ജസ്വമായി പ്രവർത്തിച്ച് നല്ല നിലയിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം NSS ആദ്യ കാലം മുതൽ തന്നെ രൂപീകരണ കാലം മുതൽ തന്നെ പ്രാധാന്യം കൊടുത്തു പോകുന്നൊരു വിഷയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്. മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അവിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടുന്ന സമുദായത്തെ കൊണ്ടുതിരിക്കുന്നതിന് അവതാരപ്പെടുത്തുന്ന പോലെ വന്ന ശ്രീ മധുപ്രാവിന്റെ നേതൃത്വത്തിൽ 1914 ഒക്ടോബർ 31 മന്നത്ത് തറവാട്ടിന്റെ പൂമുഖത്ത് കുറിച്ച് വെച്ച പദ്ധതിത്തിന് മുമ്പിൽ 14 അംഗങ്ങളെ സാക്ഷി നിർത്തി രൂപം കൊണ്ട ഒരു സംഘടന അതിമഹത്തായ ഒരു സംഘടനയായി സാമൂഹ്യ പ്രസ്ഥാനമായി വളർന്ന് ദേശീയയിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണെന്ന് ആരും വിശ്വസിച്ചു. അവിടെ അന്നത്തെ പരിസ്ഥിതിക്ക് അനുസരണമായ രീതിയിൽ പല സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചെങ്കിലും അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തു പോകുന്ന വിഷയം വിദ്യാഭ്യാസമാണ്. കരയോഗം പ്രസിഡന്റ് R. ബാഹുലയൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി PB സുനിൽ, K. രാധാകൃഷ്ണപിള്ള, PS സനൽകുമാർ, CG രാജേഷ്, സന്തോഷ് കുമാർ, ഉഷാകുമാരി, അമ്പിളി സുരേഷ്, വേണുഗോപാൽ, രവീന്ദ്രൻ നായർ, MB തമ്പി, കൃഷ്ണൻകുട്ടി നായർ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.